പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇപ്പോൾ ഈ 2 ദിവസം ചെയ്തിട്ടുള്ള ഏറ്റവും എന്താ പറയുക തരം താന്ന രാഷ്ട്രീയ കള്ളക്കളികൾ, അത് നിങ്ങൾ കുറേ ചുമന്ന് കിടന്നാണ് പത്രമാധ്യമങ്ങൾ അവർ പറയുന്നതെല്ലാം നിങ്ങൾ പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്താ പറയുന്നത്, CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര നിങ്ങൾ കൊടുത്തില്ലല്ലോ, പത്രങ്ങൾ വലിയ വാർത്തയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ മുൻ MP പറയുന്നത് ഒരു 25 വോട്ട് വീതം വെച്ച് ചെയ്തതിനെ കണക്ക് മലയാള മനോരമ കൃത്യമായി കണക്ക് 34,894 വോട്ട് CPM BJP കൊടുത്തു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ മണ്ടത്തരങ്ങളൊക്കെ വിളമ്പിയപ്പോൾ അത് മുഴുവനും നിങ്ങൾ ജനങ്ങൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? എന്താണ്, അവർക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കിട്ടില്ല എന്ന് താഴെത്തട്ടിൽ നിന്ന് അവർക്ക് കൃത്യമായ സൂചന കിട്ടിയതുകൊണ്ട് മാത്രമാണ് അവരത് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ മതേതരവാദികളായിട്ടുള്ള കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നതെന്നാണ് BJPയും സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവിടെ മത്സരിച്ച പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത മാന്യന്മാരാണ് ഇവിടെ വന്ന് CPM-ഉം BJPയും തമ്മിൽ അലയൻസാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇലക്ഷൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇലക്ഷൻ ശേഷം പറയുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്, അതായത് രാഷ്ട്രീയ മാന്യത കൊണ്ട് പറയാതിരുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ. 6 മണിക്ക് ശേഷമാണ് ഞാൻ പറയുന്നത്. സ്വന്തം പാർട്ടിക്കകത്തുള്ള, ഞാൻ വ്യക്തിപരമായിട്ടുള്ള പറയും, സ്വന്തം പാർട്ടിക്കകത്തുള്ള പിന്നെ ആളുകൾ BJPയിലേക്ക് പോകുമ്പോൾ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയപ്പോൾ ആ AK ആന്റണിയുടെ മകനെ തിരിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയത് AK ആന്റണിയുടെയും ഭാര്യയുടെയും കാല് തൊട്ട് വന്നിച്ച ശേഷമാണ്. അനുഗ്രഹം കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ BJPക്കാർ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തിന് ഇടതുപക്ഷത്തിലെ പാർട്ടികൾ തമ്മിൽ BJP അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം എവിടെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഉസ്താദ് കാന്തപുരം ഉസ്താദിൻ്റെ പിന്നെ വിഭാഗം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വലിയ കോലാഹലം ഉണ്ടാക്കിയില്ലേ? എന്തിനു വേണ്ടിയാണ് നടത്തിയത്? അവർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാം കൈവിട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും അതിനെ പിടിക്കാനുള്ള, അതായത് ഒരു സ്ഥലജല വിഭ്രമം ബാധിച്ച പോലെ അല്ലെങ്കിൽ സമനില തെറ്റിയിട്ടുള്ള രീതിയിലാണ് ഈ UDFൻ്റെ നേതാക്കന്മാർ ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും 6 മണി കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും സത്യം പറയാൻ അവരോട് പറയണം. ഇനിയെങ്കിലും സത്യം പറയണം. ഈ ഇപ്പോൾ രാഷ്ട്രീയമായി എതിരാളികൾക്കെതിരായി ഈ ഡിമോറലൈസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, രാഷ്ട്രീയത്തെ ഡിമോറലൈസ് ചെയ്യുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ രീതിയല്ല. പിന്നെ BJP ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഇവിടെ കൃത്രിമമായിട്ട് വോട്ട് ചേർക്കുന്നു, ശിവപുരം കോളനിയിൽ പൈസ കൊടുക്കുന്നു, വ്യാപകമായ തോതിൽ പൈസയും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു മലീമസമായ ഒരു ജനാധിപത്യ രീതി ഇവിടെ പറിച്ചു നടാൻ BJP ശ്രമിച്ചു എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കേരളത്തിലെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വളരെ നേർക്കുനേർ രാഷ്ട്രീയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് തൃശ്ശൂരിലെ മണ്ഡലത്തിലുള്ളത്. ആ മണ്ഡലത്തിൻ്റെ പാരമ്പര്യത്തെ അവഹേളിക്കുകയും പാവപ്പെട്ട മനുഷ്യരെ പണം കൊടുത്താൽ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന രീതിയിൽ അവരെ അപമാനിക്കുകയും ചെയ്യുകയാണ് BJP ചെയ്തിരിക്കുന്നത്. ഇതിന് ജനങ്ങൾ ചുട്ട മറുപടി ഈ ഇലക്ഷനിൽ കൊടുക്കും.